പുറപ്പാടിൻ്റെ പുസ്തകം 25ഉം 26ഉം അധ്യായങ്ങൾ. കൂടാര നിർമ്മാണത്തിന് കാണിക്ക. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എനിക്കൊരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക. സ്വമനസ്സാ തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക. അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട കാഴ്ചദ്രവ്യങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, ഓട്, നീലയും ധൂമ്രവും മരണവുമായ നൂലുകൾ, നേർത്ത ചണത്തുണി, കോലാട്ടിൻ രോമം, ഊറക്കിട്ട മുട്ടാടിൻ തോല്, നിലക്കരടിത്തോല്, കരുവേലത്തടി, വിളക്കുകൾക്കുള്ള എണ്ണ, അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, ധൂപത്തിനുള്ള സുഗന്ധവസ്തുക്കൾ, ഏഫോദും ഒരു സ്ത്രാണവും, അലങ്കരിക്കാനുള്ള ഗോമേതക വൈഡൂര്യ രത്നങ്ങൾ. ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്കൊരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. ഞാൻ കാണിച്ചു തരുന്ന മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരം അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത്. സാക്ഷ്യപേടകം. കരിവേലമരം കൊണ്ടൊരു പേടകം നിർമ്മിക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിയണം. അതിനു മീതെ ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരരികു പാളി ഉറപ്പിക്കണം. 4 സ്വർണ്ണവളയങ്ങൾ ഉണ്ടാക്കി പേടകത്തിൻ്റെ ചുവട്ടിലെ 4 മൂലകളിൽ ഘടിപ്പിക്കണം. 2 ഒരു വശത്തും 2 മറുവശത്തുമായിരിക്കണം. കരിവേലമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവയും സ്വർണം കൊണ്ട് പൊതിയണം. പേടകം വഹിച്ചുകൊണ്ട് പോകാൻ പാർശ്വവളയങ്ങളുടെ തണ്ടുകൾ ഇടണം. തണ്ടുകൾ എപ്പോഴും പേടകത്തിൻ്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം. അവയിൽ നിന്ന് എടുത്തു മാറ്റരുത്. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് ഒരു കൃപാസനം നിർമ്മിക്കണം. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരിക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് ഒരു 2 കെരൂബുകളെ നിർമ്മിക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അതിനോടൊന്നായി ചേർന്നിരിക്കത്തക്കവണ്ണം വേണം കെരൂബുകളെ നിർമ്മിക്കാൻ. കൃപാസനം മൂടത്തക്ക വിധം കെരൂബുകൾ ചിറകൾ മുകളിലേക്ക് വിരിച്ചു പിടിച്ചിരിക്കണം. കെരൂബുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാഭിമുഖം നിലകൊള്ളണം. കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷി പേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രായേലിന് വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും. തിരുസാന്യ അപ്പത്തിൻ്റെ മേശ. കരുവേലമരം കൊണ്ട് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരമുള്ളൊരു മേശ ഉണ്ടാക്കണം. തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും സ്വർണം കൊണ്ട് തന്നെ അതിനരികു പാളി പിടിപ്പിക്കുകയും വേണം. അതിന് ചുറ്റും കൈപ്പിത്തിയുടെ വീതിയിലുള്ള ഒരു ചട്ടമുണ്ടാക്കുകയും ചട്ടത്തിന് ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികു പാളി പിടിപ്പിക്കുകയും വേണം. സ്വർണം കൊണ്ടുള്ള 4 വളയങ്ങൾ ഉണ്ടാക്കി മേശയുടെ 4 മൂലകളിലുള്ള 4 കാലുകളിൽ ഘടിപ്പിക്കുക. വളയങ്ങളിലൂടെ തണ്ടുകളിട്ട് മേശ ചുമന്നുകൊണ്ട് പോകത്തക്ക വിധം വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം. മേശ ചുമന്നുകൊണ്ട് പോകാനായി കരുവേലമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം. താലങ്ങളും തളികകളും കലശങ്ങളും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും തനി സ്വർണം കൊണ്ടുണ്ടാക്കണം. തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം എപ്പോഴും എൻ്റെ മുൻപാകെ മേശപ്പുറത്ത് വെച്ചിരിക്കണം. വിളക്കുകാൽ. തനി സ്വർണം കൊണ്ടൊരു വിളക്ക് കാലുണ്ടാക്കണം. അതിൻ്റെ ചുവടും തണ്ടും ചഷകങ്ങളും മുകുളങ്ങളും പുഷ്പങ്ങളും ഒരേ സ്വർണ്ണത്തകിടിൽ തീർത്തതായിരിക്കണം. ഒരു വശത്തു നിന്ന് 3 മറുവശത്തു നിന്ന് 3 എന്ന കണക്കിൽ വിളക്കുകാലിൻ്റെ ഇരുവശത്തും 6 ശാഖകൾ ഉണ്ടായിരിക്കണം. ഓരോ ശാഖയിലും ബദാംപൂവിൻ്റെ ആകൃതിയിൽ മുകുളങ്ങളോടും പുഷ്പദലങ്ങളോടും കൂടി 3 ചഷകങ്ങൾ ഉണ്ടായിരിക്കണം. വിളക്ക് തണ്ടിന്മേൽ ബദാംപൂവിൻ്റെ ആകൃതിയിൽ മുകുളങ്ങളും പുഷ്പദലങ്ങളും ചേർന്ന 4 ചഷകങ്ങൾ ഉണ്ടായിരിക്കണം. വിളക്കുകാലിൽ നിന്നും പുറപ്പെടുന്ന 6 ശാഖകളിൽ ഓരോ ജോഡിയുടെയും അടിയിൽ ഓരോ മുകുളം എന്ന കണക്കിൽ 3 മുകുളങ്ങൾ ഉണ്ടായിരിക്കണം. അടിച്ചു പരത്തിയ തനി സ്വർണത്തിൻ്റെ ഒരേ തകിടിലായിരിക്കണം മുകുളങ്ങളും ശാഖകളും എല്ലാം നിർമ്മിക്കുന്നത്. വിളക്ക് തണ്ടിന്മേലും അതിൻ്റെ ശാഖകളിന്മേലും വയ്ക്കാൻ വേണ്ടി 7 വിളക്കുകൾ ഉണ്ടാക്കണം. അവ വിളക്ക് കാലിനു മുൻപിൽ പ്രകാശം വീശത്തക്ക വിധം സ്ഥാപിക്കണം. തിരിയണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ടുള്ളവയായിരിക്കണം. വിളക്ക് കാലും ഉപകരണങ്ങളുമെല്ലാം കൂടി 1 താലന്ത് തനി സ്വർണം കൊണ്ട് വേണം നിർമ്മിക്കാൻ. മലയിൽ വെച്ച് നിന്നെ ഞാൻ കാണിച്ച മാതൃകയിൽ ഇവയെല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം. സാക്ഷി കൂടാരം. 10 വിരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം. നീലം, ധൂമ്രം, കടുംചുവപ്പ് എന്നീ നിറങ്ങളോടുകൂടി നെയ്തെടുത്ത നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കണം വിരികൾ. കെരൂബുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചതുമായിരിക്കണം. ഒരു വിരിയുടെ നീളം 28 മുഴവും വീതി 4 മുഴവുമായിരിക്കണം. എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം. 5 വിരികൾ ഒന്നോടൊന്ന് ചേർത്ത് തുന്നണം. അതുപോലെ മറ്റേ 5 വിരികളും. ആദ്യ ഗണം വിരികളിൽ ഒടുവിലത്തേൻ്റെ വക്കിൽ നീല നൂൽ കൊണ്ട് വളയങ്ങൾ തുന്നിച്ചേർക്കണം. അപ്രകാരം തന്നെ 2ാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും. ആദ്യത്തെ വിരിയിൽ 50 വളയങ്ങൾ ഉണ്ടാക്കണം. 2ാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും 50 വളയങ്ങൾ ഉണ്ടാക്കണം. വളയങ്ങൾ ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലായിരിക്കണം.
സ്വർണം കൊണ്ട് 50 കൊളുത്തുകൾ ഉണ്ടാക്കണം. ഇരുകണം വിരികളും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമാകും. കൂടാരത്തിൻ്റെ മുകൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ രോമം കൊണ്ട് 11 വിരികൾ ഉണ്ടാക്കണം. ഓരോ വിരിക്കും 30 മുഴം നീളവും 4 മുഴം വീതിയും ഉണ്ടായിരിക്കണം. 11 വിരികളും ഒരേ അളവിലായിരിക്കണം. 5 വിരികൾ യോജിപ്പിച്ച ഒരു ഗണവും 6 വിരികൾ യോജിപ്പിച്ച വേറൊരു ഗണവും ഉണ്ടാക്കുക. 6-ാമത്തെ വിരി കൂടാരത്തിൻ്റെ മുൻഭാഗത്ത് മടക്കിയിടുക. 1-ാമത്തെ ഗണം വിരികളിൽ അവസാനത്തതിൻ്റെ വക്കിൽ 50 വളയങ്ങളും 2-ാം ഗണം വിരികളിൽ അവസാനത്തതിൻ്റെ വക്കിൽ 50 വളയങ്ങളും തുന്നിച്ചേർക്കുക. ഓടുകൊണ്ടുള്ള 50 കൊളുത്തുകളുണ്ടാക്കി അവ വളയങ്ങളിലൂടെ ഇട്ട് കൂടാരം ഒന്നായി യോജിപ്പിക്കുക. അവശേഷിക്കുന്ന ഒരു പകുതി വിരി കൂടാരത്തിൻ്റെ പിന്നിൽ തൂക്കിയിടണം. മേൽവിരിയുടെ നീളത്തിൽ ഓരോ വശത്തും അവശേഷിക്കുന്ന ഓരോ മുഴം ഇരുവശങ്ങളും മറയ്ക്കാനായി തൂക്കിയിടണം. ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് കൂടാരത്തിന് മൂടി ഉണ്ടാക്കണം. മൃദുലമായ തോലുകൊണ്ട് വേറൊരു ആവരണവും ഉണ്ടാക്കണം. കരുവേല മരത്തിൻ്റെ പലകൾ കൊണ്ട് കൂടാരത്തിന് നിവർന്നു നിൽക്കുന്ന ചട്ടകൾ ഉണ്ടാക്കണം. ഓരോ പലകയുടെയും നീളം 10 മുഴവും വീതി 1.5 മുഴവുമായിരിക്കണം. പലകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും 2 കുടുമകൾ വീതം വേണം. എല്ലാ പലകളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. കൂടാരത്തിന് ചട്ടപ്പലകൾ ഉണ്ടാക്കണം. തെക്കുവശത്ത് 20 പലകൾ, 20 പലകളുടെ അടിയിലായി വെള്ളി കൊണ്ട് 40 പാദകുടങ്ങൾ ഉണ്ടാക്കണം. ഓരോ പലകയുടെയും അടിയിലുള്ള 2 കുടുമകൾക്ക് 2 പാദകുടങ്ങൾ വീതം. കൂടാരത്തിൻ്റെ 2-ാം വശമായ വടക്കുവശത്തേക്കായി 20 പലകൾ നിർമ്മിക്കണം. ഓരോ പലകയ്ക്കുമിടയിൽ 2 വീതം വെള്ളി കൊണ്ട് 40 പാദകുടങ്ങൾ ഉണ്ടായിരിക്കണം. കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തേക്ക് 6 പലകൾ നിർമ്മിക്കണം. കൂടാരത്തിൻ്റെ പിൻഭാഗത്തെ 2 മൂലകൾക്കായി 2 പലകൾ ഉണ്ടാക്കണം. അവയുടെ ചുവടുകൾ അകന്നു നിൽക്കണം. മുകളിൽ അവ ഒരു വളയം കൊണ്ട് യോജിപ്പിക്കണം. 2 പലകൾക്കും ഇപ്രകാരം തന്നെ. അവ 2 മൂലപ്പലകളായിരിക്കും. അങ്ങനെ 8 പലകകളും ഓരോ പലകയുടെയും അടിയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 16 പാദകൂടങ്ങളും ഉണ്ടായിരിക്കണം. കരുവേല മരം കൊണ്ട് അഴികൾ ഉണ്ടാക്കണം. കൂടാരത്തിൻ്റെ ആദ്യവശത്തെ കൂടാരത്തിൻ്റെ 2-ാമത്തെ വശത്തുള്ള പലകൾക്ക് 5 അഴികളും പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തുള്ള പലകൾക്ക് 5 അഴികളും ഉണ്ടാകണം. നടുവിലെ അഴി പലകളുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണം. പലകൾ സ്വർണം കൊണ്ട് പൊതിയണം. അഴികൾ കടത്തുന്നതിനവയിൽ സ്വർണം കൊണ്ട് വളയങ്ങൾ നിർമ്മിക്കണം. അഴികൾ സ്വർണം കൊണ്ട് പൊതിയണം. മലയിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക അനുസരിച്ചാണ് കൂടാരം പണിയേണ്ടത്. പിരിച്ച നൂൽ കൊണ്ട് നെയ്തതും നീലം, തൂമ്പ്രം, കടുംചുവപ്പ് എന്നീ നിറങ്ങളുള്ളതുമായ നേർത്ത ചണത്തുണി കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം. അതിൽ കിരൂബുകളെ തുന്നിച്ചേർക്കണം. കരുവേല മരം കൊണ്ട് പണിത സ്വർണം പൊതിഞ്ഞ 4 തൂണുകളിൽ അത് തൂക്കിയിടണം. തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാദകൂടങ്ങൾ വെള്ളി കൊണ്ടും നിർമ്മിക്കണം. തിരശ്ശീല കൊളുത്തുകളിൽ തൂക്കിയിട്ടതിനു ശേഷം സാക്ഷിപീഠം അതിനുള്ളിലേക്ക് കൊണ്ടുവരണം. ഈ തിരശ്ശീല വിശുദ്ധ സ്ഥലത്ത് നിന്ന് ശ്രീകോവിലിനെ വേർതിരിക്കും. ശ്രീകോവിൽ സാക്ഷിപീഠത്തിന് മുകളിൽ കൃപാസനം സ്ഥാപിക്കണം. തിരശ്ശീലയ്ക്ക് വെളിയിൽ മേശയും മേശയ്ക്കെതിരെ കൂടാരത്തിൻ്റെ തെക്കുവശത്ത് വിളക്കുകാലും സ്ഥാപിക്കണം. മേശ കൂടാരത്തിൻ്റെ വടക്കുവശത്തായിരിക്കണം. നീർമയിൽ നെയ്തതും നീലം, തൂമ്പ്രം, കടുംചുവപ്പ് എന്നീ നിറങ്ങളുള്ളതും ചിത്രത്തുന്നലാൽ അലങ്കൃതവുമായ ചണവസ്ത്രം കൊണ്ട് കൂടാരവാതിനൊരു യവനിക ഉണ്ടാക്കണം. ഈ യവനിക തൂക്കിയിടുന്നതിന് കരുവേലമരം കൊണ്ട് 5 തൂണുകൾ ഉണ്ടാക്കണം. അവ സ്വർണത്തിൽ പൊതിയണം. അവയ്ക്ക് സ്വർണ്ണ കൊളുത്തുകളും ഓടുകൊണ്ടുള്ള 5 പാദകൂടങ്ങളും ഉണ്ടായിരിക്കണം. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം. വിവിധ നിയമങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായി ഞാൻ പരിശുദ്ധനാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എൻ്റെ സാബത്ത് ആചരിക്കുകയും വേണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വീകാര്യമാകത്തക്ക വിധം അർപ്പിക്കുക. അർപ്പിക്കുന്ന ദിവസവും അതിനടുത്ത ദിവസവും നിങ്ങളത് ഭക്ഷിക്കണം. 3-ാം ദിവസത്തേക്ക് എന്തെങ്കിലും അവശേഷിത്തെങ്കിൽ അത് ദഹിപ്പിച്ച് കളയണം. 3-ാം ദിവസം അത് ഭക്ഷിക്കുന്ന എന്ത്യമാണ്. അത് സ്വീകാര്യമാവുകയില്ല. അത് ഭക്ഷിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും. എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ വിശുദ്ധ വസ്തു അശുദ്ധമാക്കി. അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിൻ്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്. കൊയ്തതിന് ശേഷം കാലാവൃക്കുകയും അരുത്. മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്ത് പറിക്കരുത്. വീണ് കിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും അരുത്. പാവങ്ങൾക്കും പരദേശികൾക്കും അത് നീക്കിവെക്കുക. ഞാനാകും നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുത്. എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത്. നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കുകയും അരുത്. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത്. കൂലിക്കാരന് വേതന നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. ചെകിടരെ ശപിക്കുകയോ കുരുടൻ്റെ വഴിയിൽ തടസ്സം വയ്ക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക. ഞാനാണ് കർത്താവ്.
അനീതിയായി വിധിക്കരുത്. ദരിദ്രനോടും ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവ്വം വിധിക്കണം. ഏഷണി പറഞ്ഞു നടക്കുകയോ അയൽക്കാരൻ്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത്. ഞാനാണ് കർത്താവ്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഞാനാണ് കർത്താവ്. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. ഒരു മൃഗത്തെ മറ്റിനപ്പെട്ട മൃഗവുമായി ഇണചേർക്കരുത്. വയലിൽ വിത്തുകൾ കലർത്തി വിതയ്ക്കരുത്. ചണവും കമ്പിളിയും ചേർത്ത് നെയ്തെടുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും അരുത്. ഒരു പുരുഷന് വിവാഹ സമ്മതം നൽകിയിട്ടുള്ളവളും എന്നാൽ വീണ്ടെടുക്കപ്പെടാത്തവളും സ്വാതന്ത്ര്യം ലഭിക്കാത്തവളും ഒരു ദാസിയോടുകൂടി ഒരു ശയിച്ചാൽ അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കണം. എന്നാൽ അവർക്ക് മരണശിക്ഷ വിധിക്കരുത്. എന്തെന്നാൽ അവൾ സ്വതന്ത്രയായിരുന്നില്ല. അവൻ തനിക്ക് വേണ്ടി സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ പ്രായശ്ചിത്ത ബലിയായി ഒരു മുട്ടാടിനെ കർത്താവിന് സമർപ്പിക്കണം. പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തെ കർത്താവിന് മുൻപിൽ സമർപ്പിച്ച് അവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവൻ ചെയ്ത പാപം ക്ഷമിക്കപ്പെടും. നിങ്ങൾ ദേശത്ത് വന്ന് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ 3 വർഷത്തേക്ക് അവിടെ ഫലങ്ങൾ വിൽക്കപ്പെട്ടതായി കണക്കാക്കണം. അവ നിങ്ങൾ ഭക്ഷിക്കരുത്. 4-ാം വർഷം കർത്താവിൻ്റെ സ്തുതിക്കായി സമർപ്പിക്കുന്നതിന് അവയുടെ ഫലമെല്ലാം പരിശുദ്ധമായിരിക്കണം. 5-ാം വർഷം അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം. അവ നിങ്ങളെ സമ്പന്നരാക്കും. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ രക്തത്തോടുകൂടിയ മാംസം ഭക്ഷിക്കരുത്. ശകനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുത്. ചെന്നിമുണ്ടനം ചെയ്യരുത്. ദീക്ഷയുടെ അങ്കിരം മുറിക്കുകയും അരുത്. മരിച്ചവരെ പ്രതിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. ദേഹത്തെ പച്ച കുത്തരുത്. ഞാനാണ് കർത്താവ്. നിന്റെ പുത്രിയെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ നാട് മുഴുവൻ വേശ്യാവൃത്തിയിൽ മുഴുകുകയും തിന്മ കൊണ്ട് നിറയുകയും ചെയ്യാനിടയാകും. നിങ്ങൾ എൻ്റെ സാവത്ത് ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവിൻ. ഞാനാണ് കർത്താവ്. നിങ്ങൾ മന്ത്രവാദികളെയും ശകനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. പ്രായം ചെയ്ത് നരച്ചവരുടെ മുൻപിൽ ആദരവും എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. നിന്റെ ദൈവത്തെ ഭയപ്പെടുക. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന വിദേശിയെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയെ നിങ്ങൾ സ്വദേശിയെപ്പോലെ കണക്കാക്കണം. നിങ്ങളെപ്പോലെ തന്നെ അവരെയും സ്നേഹിക്കണം. കാരണം നിങ്ങൾ ഈജിപ്ത് ദേശത്ത് വിദേശികളായിരുന്നു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വിധിയിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്. ശരിയായ തുലാസും കട്ടിയും ഏഫായും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈജിപ്ത് ദേശത്ത് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. നിങ്ങൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കണം. ഞാനാണ് കർത്താവ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായം 1 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. അപങ്കലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റ് ചെയ്യുന്നില്ല. അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരിക്കുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാവേണ്ടി വരികയില്ല. അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും. എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുതേ. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയോട് തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ എൻ്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പദ് സമൃദ്ധിയിലെന്ന പോലെ അങ്ങയുടെ കൽപ്പനകളെ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗങ്ങളിൽ ദൃഷ്ടിയുറപ്പിക്കുകയും ചെയ്യും. അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും. അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല. ഞാൻ ജീവിക്കുകയും അങ്ങയുടെ വചനം അനുസരിക്കുകയും ഈ ദാസനെപ്പോലെ കൃപ ചൊരിയണമേ. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്. അങ്ങയുടെ കൽപ്പനകളെ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. അങ്ങയുടെ കൽപ്പനകൾക്ക് വേണ്ടിയുള്ള അഭിനിവേശം നിരന്തരം എന്നെ ദഹിപ്പിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ വിട്ടു നടന്ന ശപിക്കപ്പെട്ട ധിക്കാരികളെ അവിടുന്ന് ശാസിക്കുന്നു. അവരുടെ നിന്ദനങ്ങളും പരിഹാസവും എന്നിൽ നിന്ന് അകറ്റണമേ. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുവല്ലോ. രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. എന്നാൽ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കും. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. എൻ്റെ പ്രാണൻ പൊടിയാണ്.
പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എൻ്റെ അവസ്ഥ ഞാൻ വിചാരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും. ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ. കാരുണ്യപൂർവ്വം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺമുൻപിലുണ്ട്. കർത്താവേ, അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. ലജ്ജിതനാകാൻ എനിക്കിട വരുത്തരുതേ. ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങൾ വഴി എന്നെ പഠിപ്പിക്കണമേ. അവസാനം വരെ ഞാൻ അത് പാലിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കുവാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ. അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്കാണ് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ. അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. അങ്ങയുടെ ഭക്തർക്കു നൽകിയ വാഗ്ദാനം ഈ ദാസൻ നിറവേറ്റി തരണമേ. ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് അകറ്റണമേ. അങ്ങയുടെ നിയമങ്ങൾ വിശിഷ്ടമാണല്ലോ. ഇതാ, അങ്ങയുടെ പ്രമാണങ്ങളെ ഞാൻ അഭിലഷിക്കുന്നു. അങ്ങയുടെ നീതിയിൽ എനിക്ക് പുതുജീവൻ പകരണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ എനിക്ക് നൽകണമേ. എന്നെ അവഹേളിക്കുന്നവരോട് മറുപടി പറയാൻ അപ്പോൾ എനിക്ക് കഴിയും. ഞാൻ അങ്ങയുടെ വചനത്തിലാണല്ലോ ആശ്രയിക്കുന്നത്. സത്യത്തിൽ വചനം എൻ്റെ അധരങ്ങളിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ. അങ്ങയുടെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നത്. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം എന്നേക്കും പാലിക്കും. അതുകൊണ്ട് അങ്ങയുടെ കൽപ്പനകൾ തേടുന്നത് കൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും. രാജാക്കന്മാരുടെ മുൻപിലും ഞാൻ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി സംസാരിക്കും. ഞാൻ ലജ്ജിതനാവുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു. ഞാൻ അവയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു. ഈ ദാസന് നൽകിയ വാഗ്ദാനം ഓർക്കണമേ. അതുവഴിയാണല്ലോ അങ്ങ് എനിക്ക് പ്രത്യാശ നൽകിയത്. അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. അധർമ്മികൾ എന്നെ കഠിനമായി പരിഹസിക്കുന്നു. എന്നാലും ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. കർത്താവേ, അങ്ങ് പണ്ടേ നൽകിയ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്ന ദുഷ്ടർ മൂലം രോഷം എന്നിൽ ജ്വലിക്കുന്നു. തീർത്ഥാടകനായി ഞാൻ പാർക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം. കർത്താവേ, രാത്രിയിൽ ഞാൻ അങ്ങേ നാമം അനുസ്മരിക്കുന്നു. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം.